ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 34. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ഇതിന് ആസ്പദമായ സംഭവം 1 ശമൂവേൽ 21 10 മുതൽ 22 1 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ നിന്ന് 4 കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ ദാവീദ് വലിയ പ്രതിസന്ധിയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. രാജാവാണെന്ന് പറഞ്ഞാലും പ്രാണഭയത്താൽ ഓടി നടക്കുന്ന ദാവീദ് എത്തിച്ചേരുന്നത് ഗത്ത് രാജാവായ ആഗീഷിന്റെ അടുക്കലാണ്. എന്നാൽ ദാവീദിനെ ആഗീഷ് രാജാവ് തിരിച്ചറിഞ്ഞതിനാൽ ബുദ്ധിഭ്രമം നടിച്ച് ഓടിപ്പോകുന്നു. ആ ഒരു സന്ദർഭത്തിലും തന്റെ രക്ഷയുടെ ഉറവിടമായ യഹോവയ്ക്ക് സ്തുതി കരയേറ്റുന്ന ദാവീദിനെ കാണാൻ സാധിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ യഹോവയെ സ്തുതിക്കാൻ സാധിക്കണം. രണ്ടാമതായി, പ്രതികൂലങ്ങളിൽ യഹോവയിലേക്ക് നോക്കാൻ സാധിക്കണം. ഇവിടെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ സംഗീതമായിരിക്കുന്ന യഹോവയെ നോക്കുന്ന സാക്ഷിക്കുന്ന ദാവീദിനെ കാണാം. തന്റെ അപേക്ഷ കേട്ട് ഉത്തരമരുളി എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിച്ച്, എളിയവനായ തന്റെ നിലവിളി കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിച്ച്, തന്റെ ദൂതഗണങ്ങളുടെ പാളയത്താൽ തന്നെ വിടുവിച്ച് യഹോവയെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് ദാവീദ് സാക്ഷിക്കുന്നു. ജീവിതത്തിൽ തോറ്റുപോകുന്നു, തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ യേശുക്രിസ്തുവിലേക്ക് മാത്രം നോക്കി പ്രകാശിതരാക്കുവാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ മുഖം ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഒരു നന്മയ്ക്കും കുറവ് വരാതെ അവൻ കാക്കും. മൂന്നാമതായി, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ശരീരാത്മദേഹികളെ ദൈവത്തോട് ചേർന്ന് നിർത്താൻ സാധിക്കണം. ദാവീദ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തരുന്ന ഉപദേശമാണ്: പ്രതിസന്ധികളിൽ ദോഷം ചെയ്യാതെ നാവിനെയും അധരത്തെയും കാത്തുകൊള്ളണം. ദോഷപ്രവൃത്തികളിൽ നിന്ന് അകന്നു നിൽക്കാനും പറയുന്നു. പലപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ നാം പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം വിവേകപൂർണം ആയിരിക്കണമെന്നില്ല. എന്നാൽ ദാവീദ് പറയുന്നു, യഥാർത്ഥ യഹോവ ഭക്തന് വചനത്തെ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവന് പ്രതിസന്ധി ഘട്ടത്തിൽ ശരീരാത്മദേഹികളെ ദൈവത്തോട് ചേർന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവൻ ദീർഘായുസ്സോടെ നന്മ കാണുമെന്ന് ദാവീദ് സാക്ഷിക്കുന്നു. നാലാമതായി, പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ ഭക്തനെ പരിപാലിക്കുന്ന ദൈവിക കരുതലിനെ കാണാൻ സാധിക്കണം. പ്രതിസന്ധികളിൽ ആയിരിക്കുന്നവന് നിലവിളി കേൾക്കാൻ യഹോവ തന്റെ ചെവി തുറന്നിരിക്കുന്നു. ദാവീദ് സാക്ഷിക്കുന്നു, ഹൃദയം തകർന്നിരിക്കുമ്പോൾ, മനസ്സ് തളർന്നിരിക്കുമ്പോൾ നമ്മോട് സമീപസ്ഥനായ അവൻ ഇറങ്ങി വരും. ജീവിതത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ തകർന്നിരുന്നാലും, ആരും സഹായിക്കാനില്ലെന്ന് തോന്നിയാലും, തന്റെ ദാസന്റെ പ്രാണനെ വീണ്ടുകൊള്ളുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ ദൈവത്തിൽ ശരണപ്പെടുവാൻ ഇടയാകണം. ഇപ്രകാരം ജീവിതത്തെയും മനസ്സിനെയും കൃപപ്പെടുത്തുവാനും ഒരുക്കുവാനും ഈ നാളുകളിൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അവസ്ഥ അറിയുന്ന ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഈ നോമ്പിന്റെ ദിനങ്ങളിൽ പ്രതിസന്ധികളിൽ യഹോവയിലേക്ക് നോക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, ശരീരാത്മദേഹികളെ സമർപ്പിച്ച് അങ്ങയുടെ പരിപാലനത്തിൽ ആശ്രയിപ്പാൻ, യേശുവെ അങ്ങയിൽ ശരണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.